ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ഗ്രീഷ്മ. ഇതെൻ്റെ ഫസ്റ്റ് ലോൺ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് റംബുട്ടാൻ പറിക്കാൻ പോകാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ നിറച്ച് റംബുട്ടാൻ നിൽപ്പുണ്ട്, പഴുത്തിക്കാണ്. അപ്പോൾ നമുക്കതൊന്ന് പറിക്കാം കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വീടും ചുറ്റുപാടും അതൊക്കെ കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഒരാളെ കണ്ടില്ല, അത് വീട്ടിലൊരു അംഗം കേട്ടോ. നമ്മുടെ തോട്ടി ഒന്ന് ഒടിഞ്ഞായിരുന്നു ചെറുതായിട്ട്. അപ്പം നമ്മൾ തോട്ടി വയ്ക്കുന്നത് നല്ലതായിട്ട് കെട്ടി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ റംബുട്ടാൻ പറിക്കാൻ തുടങ്ങി കേട്ടോ. ചെറുതൊക്കെ നല്ല രീതിയിൽ പച്ചയുണ്ട്, ചെറിയ പുളിപ്പുണ്ട് കേട്ടോ. റംബുട്ടാൻ നല്ല മധുരവും ഉണ്ട്. നമ്മൾ കുറച്ചേറെ പറിക്കുന്നുണ്ട്. നമ്മൾ അച്ചാറിടാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് റംബുട്ടാൻ അച്ചാറാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ താഴെ വീണ റംബുട്ടാനെല്ലാം നമ്മൾ പറക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു റംബുട്ടാൻ എടുത്ത് പൊട്ടിച്ച് അതൊന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മധുരം നല്ല മധുരമായിരുന്നേ. പഴുത്തതിനൊക്കെ നല്ല മധുരമുണ്ട്, ചിലതിനൊക്കെ നല്ല പുളി ഉണ്ടായിരുന്നേ. എന്നാലും വലിയ പുളിയില്ല കേട്ടോ. ഇതെല്ലാം പറക്കിയെടുത്ത് നമുക്ക് ബേസിനകത്താക്കാവേ. അപ്പം നമുക്ക് ബേസിനകത്താക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇതേ നോക്കിക്കേ, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കാന്താരി വേണേ. അപ്പം നമ്മൾ കാന്താരി പറിക്കാൻ പോകാം കേട്ടോ. അപ്പം നമ്മൾ പച്ചക്കാന്താരിയാണ് ആദ്യം പറിക്കുന്നത്. അപ്പം നമ്മൾ പച്ചക്കാന്താരി എല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണേ. കാന്താരിക്കൊല്ലയെല്ലാം മഴ വീണ് എല്ലാം ഒടിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം നമ്മളത് പറിച്ചെടുത്ത് വെള്ളക്കാന്താരി പറിക്കാൻ പോകാം കേട്ടോ. നമ്മൾ വെള്ളക്കാന്താരി കുറച്ചിടുന്നുള്ള നല്ല എരിവാണ് വെള്ളക്കാന്താരിക്ക്. അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് കാന്താരിയുടെ സൈഡിലായിട്ട് നമ്മൾ കരിയാപ്പില നട്ടിട്ടുണ്ട്. കരിയാപ്പില നമ്മൾ ഒടിക്കുന്നുണ്ട്. ഇച്ചിരി കരിയാപ്പില ഒടിക്കുക കേട്ടോ. നമ്മൾ കുറച്ച് മതിയെ നമുക്ക്. പിന്നെ നമ്മൾ റംബുട്ടാൻ്റെ തൊലി മാറ്റി റംബുട്ടാൻ എല്ലാം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ആക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മൾ പണി തീർക്കാവേ. പെട്ടെന്ന് പുളിയുള്ള റംബുട്ടാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം അച്ചാർ ഇടുമ്പോഴത്തേക്കിനും പുളി ഇരിക്കുന്നത് നല്ലതായിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, തിന്നാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെല്ലാം എടുത്തേക്കുന്നത്. നമ്മളൊന്നും വിട്ടിട്ടില്ല കേട്ടോ. നമ്മൾ മൊത്തം പൊളിച്ച് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഇനി അത് കഴുകാൻ പോവാണേ. അതിനകത്ത് നമ്മൾ ചെറിയ പൊടിയൊക്കെ വീഴുവേ. അപ്പോൾ അത് നമ്മൾ കഴുകി എടുത്താലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴുകി എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് തോരാൻ വെക്കാൻ പോവാണ്. നമ്മളിത് തോരുന്നതാകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്നങ്ങ് പൊക്കോളും. അത് കഴിഞ്ഞ് നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പച്ചക്കാന്താരി, വെള്ളക്കാന്താരി, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് പൊളിച്ചെടുക്കാവേ.
അത് കഴിഞ്ഞ് നമ്മളെല്ലാം പൊളിച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പൊളിച്ച്. അപ്പം നമ്മളിനി ഇത് ചതയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ ചതയ്ക്കാൻ പോകുന്നത് നമ്മൾ വെളുത്തുള്ളിയാണ്. അപ്പം നമ്മൾ വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ചുമന്നുള്ളി ഒന്ന് ചതച്ചെടുക്കാവേ. എല്ലാം ചതച്ച് വെച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെ വേണം നോക്കാവേ. നമുക്ക് ഇഞ്ചി ചതച്ച് വേണം, വെളുത്തുള്ളി ചതച്ചത്, ചുമന്നുള്ളി ചതച്ചത്, ചുമന്നുള്ളി അരിഞ്ഞത്, വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, വെളുത്തുള്ളി, ഇത്രയും മതി കേട്ടോ. നമുക്ക് പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം കേട്ടോ. നല്ല ഉണക്ക് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലെണ്ണ ഒഴിക്കുന്നത് നല്ല ശേഷം ഞങ്ങളെ നല്ലെണ്ണ എടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നല്ല ഉണക്ക് എണ്ണയൊന്ന് ചൂടായിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് വെളിയിലത്തെ നല്ല നല്ല കാഴ്ചകളൊന്ന് കാണാവേ. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാവേ. അപ്പോൾ 1 സ്പൂണ് കടുകാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചുമന്നുള്ളി, ചതച്ച് വെച്ച വെളുത്തുള്ളി, വെള്ളക്കാന്താരി കീറിയത്, പച്ചക്കാന്താരി, വെളുത്തുള്ളി, അരിഞ്ഞ വെളുത്തുള്ളിയാണ്, പിന്നെ നമുക്ക് ചതച്ച ഇഞ്ചി എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കുക. നല്ല കണക്കതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ പൊടിയിടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അച്ചാർ പൊടി ഇട്ടാവേ. അപ്പം 3 സ്പൂണ് നമ്മൾ അച്ചാർ പൊടി ഇടുന്നുണ്ട്. അപ്പം അച്ചാർ പൊടി 3 സ്പൂൺ ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി 3 സ്പൂണ്, കായപ്പൊടി 1 സ്പൂണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കാം കേട്ടോ. നല്ല പോണൊക്കെ ഇളക്കണം കേട്ടോ. മൂത്ത് നല്ല പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണം. പൊടിയെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് നമ്മുടെ റംബുട്ടാൻ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് റംബുട്ടാൻ കുറച്ചിട്ടെടുക്കാം. എന്നിട്ട് നല്ല പോണക്ക് റംബുട്ടാൻ ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ ആ പൊടിയും കാര്യങ്ങളെല്ലാം അതിൽ പിടിക്കണം. അതിന് വേണ്ടി നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ റംബുട്ടാനെ നല്ല ഉണക്ക് ഇളക്കണേ. നല്ല പൊണക്ക് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി വെക്കണം. ഇളക്കി വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണേ. അപ്പം നമ്മൾ 4 സ്പൂണ് വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇതിലോട്ട്. 4 സ്പൂൺ ഒഴിക്കണേ. വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി വെക്കാവേ. നല്ല ഉണക്ക് ഇളക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കല്ലേ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് അന്ന് ഇളക്കി ഒന്ന് കരിയാപ്പില ഇട്ടൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. ഇതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് പ്രകൃതി ഒന്ന് ആസ്വദിച്ചാലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പം നമ്മുടെ റംബുട്ടാനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് നല്ല വണക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കരിയാപ്പിലേക്കൊന്ന് സെറ്റ് ആവട്ടെ. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മധുരത്തിന്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ പുളി ഉണ്ടാകും. ചെറിയൊരു മധുരത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര ഇടുന്നുള്ളേ. അപ്പോൾ കുറച്ച് ശർക്കര ഇട്ടൊന്ന് ഇളക്കൊന്ന് വെക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കാതെ നമുക്ക്. എന്നിട്ട് അത് കിടന്ന് തിളച്ച് നല്ല പോണക്ക് പറ്റി വെള്ളമെല്ലാം അതിൻ്റെ നീരെല്ലാം പറ്റിയിട്ട് പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല മണമായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ശർക്കരയുടെ അതിൻ്റെ എല്ലാത്തിൻ്റെ മണം നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.